ഇസ്ലാം ലോകത്ത് വളരെ ഭീതിയോടുകൂടെ ഓർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു കാലഘട്ടം വരുമ്പോൾ ഒരുപക്ഷെ മുസ്ലിം എന്ന് പറയാൻ തന്നെ മുസ്ലിമീങ്ങൾ നാണിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബദഅ അൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ. മുസ്ലിമാണെന്ന് പറയാൻ നമുക്കൊരു നാണം തോന്നുന്ന അവസ്ഥയിലേക്ക്, മൊത്തത്തിൽ ലോക മീഡിയകൾ ഒന്നിച്ച് ഇസ്ലാമിനെ ആക്രമിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നാമധാരികളായ പേരുള്ള ആളുകൾ തന്നെ ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക വഴി വലിയ നിഷ്പക്ഷരായ വലിയൊരു ജനവിഭാഗത്തിന് ഇസ്ലാം അന്യമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഇസ്ലാം അഭയമാണ് എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഈ സമയത്ത് ചർച്ച ചെയ്യുന്നത്. ഉസ്ബെക്കിസ്ഥാനിന്റെ ഭാഗമായ സമർഖന്ദ്, മിഡിൽ ഏഷ്യയിൽ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ സമർഖന്ദ്, മഹാനായ ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയൊക്കെ ജീവിത ചരിത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന സമർഖന്ദ്. മുസ്ലിമീങ്ങൾ അവിടേക്ക് കയറി ചെല്ലുമ്പോ മഹാനായ ഖുതൈബത്ത് ഇബ്നു മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു അവിടേക്ക് കയറി വരുമ്പോ അതൊരു മുസ്ലിം രാജ്യമായിരുന്നില്ല, ബലിഷ്ഠമായ കോട്ടയായിരുന്നു. ആ കോട്ടക്കുള്ളിലേക്ക് എങ്ങനെയാണ് കടക്കുക എന്ന് മുസ്ലിം സൈന്യം ആലോചിക്കുന്നു. ഖുതൈബ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം ചൈനയിലേക്ക് കടന്നുപോയിട്ടുണ്ട്, വിവിധ കോണ്ടിനെന്റുകളിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു ചെന്നിട്ടുണ്ട്. പക്ഷേ സമർഖന്ദിലെത്തിയപ്പോ എങ്ങനെ അതിനകത്ത് കടക്കാം? കാരണം അന്നൊക്കെ രാജ്യങ്ങൾ അതിന്റെ തലസ്ഥാന, അതിന്റെ കേന്ദ്രഭാഗങ്ങൾ കോട്ടകൾ കെട്ടി സംരക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഖുതൈബ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള സൈന്യം തീരുമാനിച്ചു, നമുക്ക് കച്ചവടക്കാരായി അഭിനയിച്ച് അതിനകത്തേക്ക് കടക്കാം. അങ്ങനെ അവർ കോട്ടക്കുള്ളിലേക്ക് സാധനം വിൽക്കുന്ന കച്ചവടക്കാരായി കയറി ചെല്ലുന്നു. ഒരുപാട് കച്ചവടക്കാർ അകത്തെത്തിയപ്പോഴേക്കും കോട്ടയുടെ എല്ലാ കവാടങ്ങളും മുസ്ലിമീങ്ങൾ സൈന്യത്തിന് വേണ്ടി ഉള്ളിൽ കടന്ന കച്ചവടക്കാർ തുറന്നുകൊടുത്തു. അപ്പോഴേക്കും സൈന്യം ഇരച്ചു കയറി ഒരു ദിവസത്തിനകം സമർഖന്ദ് ഇസ്ലാമിന്റെ അധികാരത്തിലേക്ക് കടന്നു വരികയാണ്. മുസ്ലിമീങ്ങൾ സമർഖന്ദ് കൈയടക്കുന്ന ഈ രംഗം, അവിടുത്തെ വലിയൊരു പാട്രിയാർക്കീസ്, ക്രിസ്ത്യാനികളുടെ വലിയൊരു നേതാവിനോട് ആളുകൾ ചെന്ന് പരാതി പറഞ്ഞു. അവര് പറഞ്ഞു, ഇതിലെന്തെങ്കിലും നമുക്കൊരു പരിഹാരം വേണം. കാരണം നമ്മുടെ നാട് ഒരു ദിവസം കൊണ്ട് ശത്രുക്കൾ കൈയടക്കിയിരിക്കുകയാണ്. അപ്പോ അവിടുത്തെ ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു, സഅതുലുബ് ബിമുഹാകമത്തി ഖായിദി ജയ്ഷിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സൈന്യാധിപനെ കോടതി കയറ്റാനുള്ള പണി എനിക്കറിയും. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ അങ്ങനെയൊക്കെ ഒരു മുസ്ലിം സൈന്യത്തിന്റെ നേതാവിനെ നിങ്ങൾ കോടതി കയറ്റുക എന്നതൊക്കെ സാധ്യമാണോ? അവരല്ലേ വിജയിച്ചത്, അവരുടെ രാജ്യമായി കഴിഞ്ഞില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഫഹുവ റജുലുൻ അദൽ. മുസ്ലിമീങ്ങളുടെ നേതാവ് ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരു നീതിമാനാണ്, അതുകൊണ്ട് നമുക്ക് നീതി ലഭിക്കും എന്നെനിക്ക് ഉറപ്പാണ്. അങ്ങനെ സമർഖന്ദിൽ നിന്ന്, റഷ്യയിൽ നിന്ന് ഷാമിലേക്ക്, സിറിയയിലേക്ക് ഒരു ദൂതനെ പറഞ്ഞുവിടുന്നു. ആ ദൂതന്റെ കയ്യിൽ കൊടുത്ത കത്തിന്റെ ഉള്ളടക്കം ഇന്നതാണ്. മുസ്ലിമീങ്ങൾ ഒരു രാജ്യം കൈയടക്കുമ്പോ ആദ്യമായി അവരോട് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം, മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. അത് സ്വീകരിക്കാൻ അവരെ സന്നദ്ധമല്ലെങ്കിൽ മുസ്ലിം ഭരണത്തിന്റെ കീഴിൽ എല്ലാവിധ സംരക്ഷണവും സെക്യൂരിറ്റിയും അനുഭവിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ടാക്സ് കൊടുത്ത്, ജിസിയ കൊടുത്ത് ജീവിക്കാൻ അവർക്ക് അവസരം കൊടുക്കണം. അതിനും അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അപ്പോഴാണ് യുദ്ധം തുടങ്ങേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങൾ സമർഖന്ദുകാരോട് ഖുതൈബ റളിയല്ലാഹു അൻഹു തന്നിട്ടില്ല. അവര് ഇരച്ചു കയറുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ല, ഞങ്ങളോട് ജിസിയ തരാൻ പറ്റുമോ എന്ന ഓപ്ഷൻ ഞങ്ങൾക്കൊരു ചോയ്സ് തന്നിട്ടില്ല.
നേരെ അവർ യുദ്ധം ചെയ്തു, ഞങ്ങൾ തോൽക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നീതി വേണം എന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്തുമായി ഒരു ക്രിസ്ത്യാനി ഷാമിലേക്ക് യാത്ര തിരിക്കുന്നു. ആഴ്ചകൾ നീണ്ട യാത്രക്കൊടുവിൽ അദ്ദേഹം ഷാമിലെത്തി. അവിടെ എത്തിയപ്പോ വളരെ മനോഹരമായ ഒരു പള്ളി കണ്ടു. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, അതായിരിക്കും ആ നാട്ടിലെ ഏറ്റവും വലിയ വീടാണത്, ഏറ്റവും വലിയ കെട്ടിടമാണത്, ഇതായിരിക്കും ഇവിടുത്തെ ഗവർണറുടെ വീട് എന്ന് അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ ആളുകളോട് ചോദിച്ചു, അഹാദ ബൈത്തുൽ ഖലീഫ, ഇതാണോ നിങ്ങളുടെ ഖലീഫയുടെ വീട്? ഇത് നിങ്ങളുടെ ഖലീഫയുടെ വീടാണോ എന്ന് ചോദിച്ചു. ആളുകൾ പറഞ്ഞു, ഹാദാ മസ്ജിദ്, ഇത് അല്ലാഹുവിന്റെ ഭവനമാണ്, ഇത് പള്ളിയാണ്, നിസ്കരിക്കുന്ന ഇടമാണ്. അപ്പോ ഇയാളെ ചോദിച്ചു, എന്താണ് മസ്ജിദ്? മറുപടി കൊടുത്തു, മസ്ജിദ് ആരാധനാലയമാണ്, സ്രഷ്ടാവായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ഇടമാണ്. നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ അറിയില്ലല്ലോ. നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടോ? ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും എനിക്ക് ഇസ്ലാം അറിയണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അദ്ദേഹത്തിന് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, ഞാൻ വന്നത് നിങ്ങളുടെ ഭരണാധികാരിയെ കാണാനാണ്, അദ്ദേഹത്തിന്റെ വീടൊന്ന് കാണിച്ചു തരുമോ? പറഞ്ഞു, നിങ്ങൾ ഈ വഴിക്ക് നേരെ നടന്നു പോയാൽ ഒരു മണ്ണിന്റെ വീട് കാണും, ആ കൂരയാണ് ഞങ്ങളുടെ ഖലീഫയുടെ വീട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തമാശ പറയാണോ? അല്ല, ഞങ്ങൾ കാര്യമായിട്ടായി പറയുന്നത്. അദ്ദേഹം നടന്ന് അവർ പറഞ്ഞ പോലെ ഒരു കളിമണ്ണിന്റെ വീട് കണ്ടു. ആ വീടിന് മുന്നിൽ ആ വീട്ടുകാരനും തന്റെ ഭാര്യയും ചുമരുകൾ മണ്ണുകൊണ്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വീണ്ടും തിരിച്ചുപോയി. തനിക്ക് വഴി പറഞ്ഞെന്ന ആളുകളോട് ഒന്നുകൂടെ ചോദിച്ചു, അല്ല, നിങ്ങൾ പറഞ്ഞത് ഖലീഫയുടെ വീട് തന്നെയാണോ? തീർച്ചയായും. അപ്പൊ ആ കളിമണ്ണ്, അതെ, അദ്ദേഹം തന്നെ ആയിരിക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ. അവിടെ ചെന്നു അദ്ദേഹത്തോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അത് തന്നെയായിരുന്നു മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തെ കണ്ടപ്പോ തന്റെ ഭാര്യ വീടിനകത്തേക്ക് ചെല്ലുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിച്ചു, എന്താണ് കാര്യം? കത്ത് കൊടുത്തു. കത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു പേപ്പറിൽ, ഒരു കടലാസിന്റെ കഷ്ണത്തിൽ എന്തൊക്കെയോ കുറിച്ചു കൊടുത്തു. പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഇത് അവിടുത്തെ മുസ്ലിം ഭരണാധികാരിയുടെ, വാലിയുടെ, ഗവർണറുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം തന്നെ അനുഭവം പറയാണ്, ഞാൻ ആ കത്ത് തിരിച്ചു കിട്ടിയപ്പോ വലിയ ഒരു പ്രശ്നം, എന്റെ രാജ്യത്തിന്റെ ഒരു പ്രശ്നം അവതരിപ്പിക്കാൻ വന്നതാണ്. ഞങ്ങൾ നീതി നിഷേധിക്കപ്പെട്ട ആളുകളാണ്, ഞങ്ങൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെടാൻ അവിടുത്തെ ഒരു സമൂഹം എന്നെ പ്രതിനിധിയായി അയച്ചിരിക്കുകയാണ്. അങ്ങനത്തെ എനിക്ക് ഒരു കടലാസിന്റെ കഷ്ണം തന്ന് അത് പിച്ചി ചീന്തിയാലോ വലിച്ചെറിഞ്ഞാലോ എന്നെന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എന്നെ ഒരു കൂട്ടം ആളുകൾ കാത്തിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആ കടലാസും എടുത്ത് സമർഖന്ദിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അവിടെ ചെന്നപ്പോ വാലിക്ക് കൊടുത്തു, ഗവർണർക്ക് കൊടുത്തു. അദ്ദേഹം അത് നോക്കിയിട്ട് അതിന്റെ ഉടനടി അതിന്റെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതിന്റെ ഉള്ളടക്കം ഇന്നതായിരുന്നു. ഇത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചതാണ്. അദ്ദേഹം ഈ കത്ത് സ്വീകരിക്കുന്ന സമയം, പരാതി സ്വീകരിക്കുമ്പോൾ പറഞ്ഞു, ഇത്മഇൻ വഹ്ദഅ ബാലൻ ഫഇന്നൽ ഇസ്ലാം ലാ യഅരിഫു ഗൈറൽ അദ്ൽ. നീ സമാധാനിച്ചിരിക്കണം, ഇസ്ലാം നീതിയല്ലാതെ മറ്റൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല എന്ന സമാധാന വാക്കും ഈ കടലാസിന്റെ കഷ്ണവുമാണ്. അതിനകത്തുള്ളത്, നിങ്ങൾ ഒരു ഖാദിയെ നിയമിക്കണം, ഒരു മുസ്ലിം ജഡ്ജിനെ നിയമിക്കണം, ആ ജഡ്ജ് ഈ വിഷയം പരിഹരിക്കണം, കോടതി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് മാത്രമാണ്. ഉടനെ തന്നെ ഒരു ഖാദിയെ നിയമിച്ചു. ആ ഖാദി വിഷയത്തിൽ ഇടപെടുകയാണ്. അദ്ദേഹം ചോദിച്ചു, പരാതിക്കാരൻ ആരാണ്? അപ്പൊ അവിടുത്തെ ഒരു പാട്രിയാർക്കീസ് തന്നെയാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട് നിങ്ങളുടെ അനുയായികൾ മുസ്ലിമീങ്ങൾ കടന്നാക്രമിച്ചു, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ല, ടാക്സ് ജിസിയെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല, നേരെ യുദ്ധമാണ് ഉണ്ടായത്. ഇങ്ങനെയാണോ നിങ്ങൾ രാജ്യങ്ങൾ കൈയടക്കാറുള്ളത്? അപ്പൊ ഖാദി ചോദിച്ചു മുസ്ലിം നേതാവിനോട്, സൈന്യാധിപനോട്, ഇതാണോ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, അസ്ലഹല്ലാഹുൽ ഖാദി, ഖാദി ജഡ്ജിനറിയാമല്ലോ, ഇന്നൽ ഹർബ ഖിദ്അ,
യുദ്ധമെന്ന് പറയുന്നത് ഒരു തരം തന്ത്രമാണ്. ഈ രാജ്യത്തേക്ക് സമർഖന്ദിലേക്ക് കടക്കാൻ ഞങ്ങൾ ഒറ്റക്ക് മാർച്ച് ചെയ്ത് കടന്നു വരികയല്ലാതെ മറ്റൊരു വഴി ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്തത്. അപ്പോ ഖാദി ചോദിച്ചു, നിങ്ങൾ ഈ 3 ഓപ്ഷൻ ഈ നാട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ലാ യാ അയ്യുഹൽ ഖാദി, ഇല്ല, ഞങ്ങളത് ചെയ്തിട്ടില്ല. ആ സമയത്താണ് ലോകം കണ്ട ഏറ്റവും അത്ഭുതകരമായ ഒരു വിധി അവിടെ പുറപ്പെടുവിക്കുന്നത്. ജഡ്ജി പറഞ്ഞു, മുസ്ലിം സൈന്യത്തോടൊന്നടങ്കം സമർഖന്ദിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഞാൻ വിധിക്കുകയാണ്. ഈ രാജ്യം നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, നിങ്ങൾ ഇവിടെ കയറിക്കൂടിയത് ന്യായവുമല്ല. അതുകൊണ്ട് ഖദ് ഹകംതു അലാ ജയ്ഷിൽ മുസ്ലിമീൻ ബിഅൻ യഖ്റുജ മിൻ സമർഖന്ദ് വയുസ്ലിമൽ ബിലാദ ഇലാ അഹ്ലിഹാ. സമർഖന്ദിൽ നിന്ന് മുസ്ലിം സൈന്യം ഇറങ്ങിപ്പോവണം, ഈ രാജ്യം ക്രിസ്ത്യാനികൾക്ക് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യണം എന്ന് ഞാൻ വിധിക്കുകയാണ്. എന്നിട്ട് ഇവർക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയോ ജിസയെ സംബന്ധിച്ച് പറയുകയോ ചെയ്ത് അവസാനത്തെ തീരുമാനം നിങ്ങൾക്ക് യുദ്ധമാവാം, ഇപ്പോൾ നിങ്ങൾ ഇറങ്ങിവിടണം, ഇറങ്ങിപ്പോവണം എന്ന് പറഞ്ഞപ്പോ ലോകത്ത് ഏറ്റവും വലിയ ഒരു അത്ഭുതം സംഭവിച്ച ഒരു വിധി പ്രഖ്യാപനമായിരുന്നത് മുസ്ലിമീങ്ങൾ ഒന്നൊന്നായി സമർഖന്ദിൽ നിന്ന് താഴിറങ്ങുകയാണ്. ഈ വിധി നടക്കുമ്പോൾ മഹാനായ ഖുതൈബ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പില്ലായിരുന്നു, അദ്ദേഹം വഫാത്തായിരുന്നു. മുസ്ലിമീങ്ങൾ സമർഖന്ദ് ഇറങ്ങി വരുന്നു, ഒരു രാജ്യം ഇറങ്ങിക്കൊടുക്കുകയാണ്, ഒരു രാജ്യം വിട്ടുകൊടുക്കുകയാണ്. മുസ്ലിമീങ്ങൾ ഒന്നാകെ സമർഖന്ദിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്, ഇത്രയും മനോഹരമാണോ ഇസ്ലാം, ഇത്രയും നീതിയുക്തമാണോ ഇസ്ലാം? ഒരു രാജ്യം കയ്യിൽ കിട്ടിയതിന്റെ ശേഷം അവരുടെ തന്നെ ഖാലി അവർക്കെതിരായി വിധി പറയുന്നു, ഈ രാജ്യം നിങ്ങൾ വിട്ടുകൊടുക്കണം, മുഴുവൻ ആളുകൾ ഇറങ്ങിപ്പോരുകയാണ്. ആ വിധിന്യായം കേട്ടതിന്റെ ശേഷമാണ് സമർഖന്ദുകാരിൽ 80% ആളുകൾ മുസ്ലിമീങ്ങളാകുന്നതും ഈ സൈന്യത്തോട് തന്നെ രാജ്യത്തേക്ക് കടന്നു വരാൻ പറയുന്നത്. ഒരു യുദ്ധം വേണ്ടി വന്നില്ല, ജിസിയ ചോദിക്കേണ്ടി വന്നില്ല, അവർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കുകയേ വേണ്ടി വന്നു. ഇസ്ലാം അവർ സ്വീകരിച്ചു. രണ്ടാമത് സമർഖന്ദിലേക്ക് തിരിച്ചു വരുന്നു മുസ്ലിമീങ്ങൾ, യുദ്ധം ചെയ്തുകൊണ്ടല്ല, സഹോദരങ്ങളായി, മുസ്ലിം സഹോദരങ്ങളായി. ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം അഭയമാണ് എന്ന ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇസ്ലാമിക ചരിത്രത്തിന്റെ സുവർണത്താളുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ തീർത്തും വിഭിന്നമായ വളരെ അത്ഭുതകരമായ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു രാജ്യത്തിന്റെ സുരക്ഷയും ഒരു രാജ്യത്തിന്റെ നീതിയും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എത്ര ഗൗരവമുള്ളതാണെന്ന് മഹാനായ ഖുതൈബ റളിയല്ലാഹു അൻഹു കയറി ചെന്ന ഈ സമർഖന്ദിന്റെ സംഭവം നമുക്ക് വിവരിച്ചു തരികയാണ്. മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇന്നത്തെ ഹോട്ട് ടോപ്പിക്കാണ്. വളരെ ചൂടുപിടിച്ച, എല്ലാ മാധ്യമങ്ങളും വളരെ ശ്രദ്ധയോടുകൂടെ ഷരീഫ് സൂചിപ്പിച്ച പോലെ ചെറുകഥകളാണെങ്കിലും ഫിക്ഷൻ ആണെങ്കിലും നോവലുകളാണെങ്കിലും മുസ്ലിം ഇതിവൃത്തമാകുമ്പോൾ അതിനെന്തെന്നില്ലാത്ത ഒരു രസവും ഒരു തരത്തിലുള്ള കൗതുകവും തോന്നിത്തുടങ്ങുന്ന കാലം. പരിഹാസത്തിന്റെയും ആക്ഷേപത്തിന്റെയും ഒരുപാട് കമന്റുകൾ മുസ്ലിം പക്ഷത്തിനെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്കെതിരെ സൈബർ ലോകത്തും അതുപോലെ തന്നെ ധൈഷണിക ലോകത്ത് ഇസ്ലാമിനെ വളരെ പച്ചയിൽ പിച്ചു ചീന്തുന്ന ഒരു ധൈര്യപ്പെടലുകൾ, ഇടപെടലുകൾ നമുക്കിന്ന് ലോകത്ത് കാണാൻ കഴിയുന്നു. ഇതിനിടയിൽ വിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഇസ്ലാമിന്റെ നീതിയും ഇസ്ലാം കരുണയും അഭയവുമാണ്, സമാധാനമാണ് എന്ന ആ ഒരു വലിയൊരു ആശയം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പിന്മുറക്കാരായ ഭരണാധികാരികളും ലോകത്ത് സമർപ്പിച്ചതിന്റെ ചില ചിത്രങ്ങൾ അനാവരണം ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഒരൽപ്പസമയം നമ്മൾ ചെയ്യുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുകയാണ്, മുസ്ലിം ഭരണം ഏറ്റെടുക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ആദ്യമായി ചെയ്ത പ്രഭാഷണം, യാ അയ്യുഹന്നാസ് ഇന്നി ഖദ് വല്ലിതു അലൈക്കും വലസ്തു ബിഖൈരിക്കും. ജനങ്ങളെ, നിങ്ങളുടെ അധികാരം എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, ഞാൻ നിങ്ങളിൽ ഉത്തമനല്ല, ഞാൻ നിങ്ങളിൽ ഖൈറായ ആളല്ല. ഫഇൻ അഹ്സൻത് ഫഅതിഊനി, ഞാൻ ചെയ്യുന്നത് നന്മയാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം. വഇൻ അസഅതു ഫഖവ്വിമൂനി, ഞാൻ ചെയ്യുന്നത് തിന്മയാണെങ്കിൽ എന്നെ തിരുത്തി തരണം. അൽ ഖവിയ്യു ഫീകും ദഈഫ് ഹത്താ ആഖുദൽ ഹഖ് മിൻ, നിങ്ങളിലെ അതിശക്തിയുള്ള ആൾ, ശക്തിമാൻ എന്റെ അടുത്ത് ദുർബലനാണ്,
ആ ശക്തിമാനിൽ നിന്ന് അവകാശം ഞാൻ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. നിങ്ങളിലെ ദുർബലരായ ആളുകൾ സുശക്തരാണ്, അവർക്ക് വേണ്ടി ഞാൻ ഇടപെടുന്ന ആളാണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഞാൻ അനുസരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിക്കണമേ. ഞാൻ അള്ളാഹുവിനും അവന്റെ റസൂലിനും വിരുദ്ധമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് അനുസരിക്കേണ്ടതില്ല എന്ന വലിയൊരു പ്രഖ്യാപനം ചെയ്തുകൊണ്ടാണ് ഖലീഫത്തു റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധിയായ മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ഭരണം ഏറ്റെടുക്കുന്നത്. നീതിയല്ലാതെ ദ അൾട്ടിമേറ്റ് ജസ്റ്റിസ്, അങ്ങേയറ്റത്തെ ഏതറ്റം വരേക്കും പോകാൻ കഴിയുന്ന വളരെ മനോഹരമായ നീതിബദ്ധമായ ഇടപെടലുകളല്ലാതെ ഇസ്ലാമിന് ലോകത്ത് ചെയ്യാനില്ല. ഭരണീയനും ഭരണാധികാരിയും പാവപ്പെട്ടവനും അമീറും മഅ്മൂറും ഒരുപോലെയാണ് എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ പ്രഖ്യാപനത്തിൽ കാണാൻ കഴിയും. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണമെറ്റെടുത്തപ്പോ അദ്ദേഹത്തിന്റെ മുൻഗാമികളായ ഭരണാധികാരികൾ ഒരുപാട് ദുൽമ ചെയ്തവരായിരുന്നു, അക്രമം ചെയ്ത ആളുകളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അലാ മൻ കാനത ലഹു മദ്ലമ ഫൽയർഫഅഹാ ഇലാ അമീരിൽ മുഅ്മിനീൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അന്യായം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നീതി നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് അമീറുൽ മുഅ്മിനീനെ ബോധിപ്പിക്കണം എന്ന ആദ്യത്തെ പ്രഖ്യാപനം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഒരാൾ കടന്നു വരുന്നു. ആ സമയം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മുമ്പിൽ അബ്ബാസ് ഇബ്നുൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന ഖലീഫയുടെ, തന്റെ മുൻഗാമിയായ ഖലീഫയുടെ മകൻ അബ്ബാസ് ഇബ്നുൽ വലീദ് ഉണ്ട്. ഇരിക്കുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ, അദ്ദേഹം ഹിംസുകാരനാണ്. അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിന്റെ താടിയും തലയുമൊക്കെ നരച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ അസ്അലുക ബികിതാബില്ലാഹ് അസ്സ വജൽ. അമീറുൽ മുഅ്മിനീൻ, അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം എന്താണോ പറയുന്നത് അത് നിങ്ങൾ എനിക്ക് മേടിച്ചു തരണം. അപ്പൊ ചോദിച്ചു, എന്തു പറ്റി? നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ രാജാവിന്റെ പുത്രൻ, അന്നത്തെ പ്രിൻസ് അബ്ബാസ് ഇബ്നുൽ വലീദ് എന്റെ ഭൂമി കൈപ്പറ്റിയിട്ടുണ്ട്. അബ്ബാസിനോട് ചോദിച്ചു, അബ്ബാസ്, അദ്ദേഹം പറയുന്നത് ശരിയാണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്. അപ്പോ അബ്ബാസ് ഇബ്നുൽ വലീദ് പറഞ്ഞു, അത് എന്റെ വാപ്പ അബ്ബാസ്, എന്റെ വാപ്പ വലീദ് ഇബ്നു അബ്ദുൽ മലിക് എനിക്ക് എഴുതി തന്നതാണ്. അത് എന്റെ ഉടമസ്ഥാവകാശമാണ്. അതിന്റെ ഒരു കിതാബ്, അതിന്റെ ഒരു രേഖ എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലാ യാ അമീറുൽ മുഅ്മിനീൻ അസ്അലുക ബികിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആനെ മുൻനിർത്തി ചോദിക്കട്ടെ, നിങ്ങൾ എനിക്ക് എന്റെ ന്യായം, എനിക്ക് എന്റെ ഹഖ്, എന്റെ നീതി നിങ്ങൾ വാങ്ങിച്ചു തരണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ബാസേ, കിതാബുല്ലാഹി അഹഖു അൻ യുത്തബ മിൻ കിതാബിൽ വലീദ്. വലീദ് എന്ന നിങ്ങളുടെ വാപ്പയുടെ കിതാബിനേക്കാളും അള്ളാഹുവിന്റെ കിതാബാണ് പിൻപറ്റപ്പെടേണ്ടത്. ഈ മനുഷ്യന്റെ ഭൂമി അയാൾക്ക് തിരിച്ചു കൊടുത്തേക്കണം. ആ ചോദിച്ചു വന്നത് വൃദ്ധനായ, താടിയും തലയുമൊക്കെ നരബാധിച്ച വൃദ്ധനായ സാധുവായ ഒരു ക്രിസ്ത്യാനിയായിരുന്നു, ഹിംസുകാരൻ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക ഭരണം നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ആലോചിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ ഇടപെടൽ, സ്വന്തം രാജകുടുംബത്തിൽ നിന്നും അന്യായമായി പിടിച്ചുപറ്റിയത് മുഴുവനും അതതിന്റെ അവകാശികൾക്ക് മുസ്ലിമെന്നോ ജാതിയോ മതമോ നോക്കാതെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കലാണ്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. നിങ്ങൾക്കൊരു സമൂഹത്തോട് വിദ്വേഷമോ അതല്ലെങ്കിൽ വെറുപ്പോ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും അവർക്ക് ലഭ്യമാവേണ്ട നീതി നിങ്ങൾ നിഷേധിക്കല്ലേ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് തിരിച്ചു വരുന്ന സമയം, അന്ന് മസ്ജിദുൽ അഖ്സായുടെ താക്കോല് വാങ്ങി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായുടെ സന്ദർശനം കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ ഒരു വൃദ്ധയായ ഉമ്മ ഒരു ടെന്റിനകത്തുണ്ട്, ഒരു ചെറിയ കൂടാരം. ആ ഉമ്മയോട് ചോദിച്ചു, മാ ഫഅല ഉമർ, എന്താണ് ഉമറിന്റെ കാര്യം, ഉമറിന്റെ വർത്തമാനം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു, അഖ്ബല മിന ശാമി സാലിമ, ഷാമിൽ നിന്ന് ഒരു കുഴപ്പമില്ലാതെ ആള് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്.
മാ തഖൂലീന ഫീഹ്, ഉമറിനെ കുറിച്ച് ഉമ്മ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണാധികാരം നടക്കുന്ന പ്രദേശത്ത് ഇസ്ലാമിക ഭരണത്തെക്കുറിച്ച് ഒരു സാധാരണക്കാരന്റെ വിലയിരുത്തൽ എന്താണെന്ന് അറിയാനാണ്. ഭരണാധികാരികൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹജ്ജാജ് യൂസുഫ് ഒരിക്കൽ ചോദിച്ച് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരിക്കൽ ഒരു അറാബിയെ കണ്ടു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതാണ്. അറാബിയോട് ചോദിച്ചു, മാദാ തഖൂലു ഫീ ഇബ്നു യൂസുഫ്, ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? പറഞ്ഞു, ലലൂമുൻ, കടുത്തക്രമിയാണ്, ഖത്താലുൻ, ഒരുപാട് മനുഷ്യന്മാരെ പിടിച്ച് കൊല്ലുന്ന മനുഷ്യനാണ്, എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പാണ്. എന്നിട്ട് പറഞ്ഞു തുടങ്ങിയപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കൂടെയുള്ള ആളുകളൊക്കെ തന്നെ വിറച്ചുപോയി. കാരണം ഈ മനുഷ്യന്റെ കഥ കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചോദിച്ചു, ഞാൻ ആരാ നിനക്ക് മനസ്സിലായെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്. ഞാൻ ആരാ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചു ഹജ്ജാജിനോട്. ഇല്ല, അന മജ്നൂനു ഹാദിഹിൽ ഖറയ, ഈ നാട്ടിലെ പേര് കേട്ട ഭ്രാന്തനാണ് ഞാൻ എന്ന് പറഞ്ഞു. ഭരണാധികാരികൾ സാധാരണക്കാരുമായി ഇടപെടുമ്പോഴാണ് ഭരണത്തിന്റെ സത്യാവസ്ഥകൾ തിരിച്ചറിയുന്നത്. ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ചില ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് ചാനലുകാർ ഓരോരുത്തരുടെയും ചില മൊഴിയെടുക്കാറുണ്ട്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് പൊതുജനസമൂഹത്തിന്റെ ചിന്തയുടെ ഒരു നഖചിത്രമാണ്. നമ്മുടെ സർവേകളൊക്കെ വിജയിക്കുന്നത് അങ്ങനെയാണല്ലോ, അതിന്റെ ഫലം കാണുന്നത് അങ്ങനെയാണ്. പൊതുസമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ ചിലപ്പോ ഒന്ന് രണ്ടാളുകളുടെ നാവിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഉമ്മ, ഉമറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മാദാ തഖൂലീന ഫീഹ്, പറഞ്ഞു, ചെറുപ്പക്കാരാ, ലാ ജസാഹുല്ലാഹു അന്നി ഖൈറ, ഉമറിന് ഒരു നന്മയും വരാതിരിക്കട്ടെ. എന്തേന്ന് ചോദിച്ചു. അദ്ദേഹം മുസ്ലിമായതിന്റെ ശേഷം ഒരു ദീനാറോ ദിർഹമോ എനിക്ക് തന്നിട്ടില്ലല്ലോ. ഒരു ഉമ്മയുടെ പരാതി പറയാൻ, അദ്ദേഹം ഭരണാധികാരം ഏറ്റെടുത്തിട്ട് ഒരു ദീനാറോ ദിർഹമോ എന്റെ കയ്യിൽ തന്നിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാ അയാൾക്ക് നന്മയ്ക്ക് വേണ്ടി ദുആയിരക്കുന്നത്? ലാ ജസാഹുല്ലാഹു അന്നി ഖൈറ, ഉമറിന് ഒരു ഗുണവും കിട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, പെണ്ണിനെ അറിയില്ലല്ലോ ഇത് ഉമർ തങ്ങളാണെന്ന്. ഉമർ തങ്ങൾ ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങളെപ്പറ്റി ഉമറിന് അറിയില്ലാത്തത് കൊണ്ടായിരിക്കും. നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുകയാണെന്ന് ഉമർ എന്നവർ എങ്ങനെ അറിഞ്ഞിരിക്കും? അതുകൊണ്ട് ഉമറിന് നിങ്ങൾ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് ശരിയല്ലല്ലോ, അദ്ദേഹം അറിഞ്ഞു കാണില്ലല്ലോ. അപ്പോ ഈ സ്ത്രീ പറയാണ്, സുബ്ഹാനല്ലാഹ്, എന്റെ അത്ഭുതം ഇതല്ല. ഒരു സമൂഹത്തിന്റെ ഭരണം ഒരാൾ ഏറ്റെടുത്തിട്ട് ലാ യദ്രി മാ ബൈന മശ്രിഖിഹാ വ മഗ്രിബിഹാ, ആ രാജ്യത്തിന്റെ ആളുകളെ സംബന്ധിച്ച് ആ പ്രദേശത്തിന്റെ കിഴക്കും പടിഞ്ഞാറും ആ ഭരണാധികാരിക്ക് അറിയില്ലാന്നോ? ഇങ്ങനെയുണ്ടോ ഭരണാധികാരികൾ? എന്നെ പറ്റിയൊക്കെ അയാൾ അറിയേണ്ടതല്ലേ എന്നാ ഈ പെണ്ണിന്റെ ഭാവം. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയി എന്നാണ്. അവർ വാ ഉമറാ, ആ ഉമ്മയെ കാണാതെ പുറത്തു ചെന്നിട്ട് പറഞ്ഞു, വാ ഉമറാ, ഉമറേ, ഉമറേ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, കുല്ലുൻ നാസി അഫ്ഖഹു മിൻക യാ ഉമർ ഹത്തൽ അജായിസ്, ഉമറേ, ഈ സമൂഹത്തിലെ പാവപ്പെട്ട വൃദ്ധകളായ ഉമ്മമാർ പോലും ഉമറെ നിന്നെക്കാളും കാര്യം മനസ്സിലാക്കിയല്ലോ. അവർ ചെന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു, അല്ല ഉമ്മ, ഉമർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തയിടം മുതൽ ഇക്കാലം വരെ നിങ്ങൾക്ക് ഒന്നും തന്നില്ല എന്ന് പറഞ്ഞില്ലേ? അത് ഉമർ തങ്ങൾ നിങ്ങളോട് ചെയ്ത അനീതിയാണെന്നും നിങ്ങൾ വിചാരിക്കുന്നു. നാളെ അല്ലാഹു തആല ഉമറിനെ വിചാരണ ചെയ്യുകയും ഉമർ റളിയല്ലാഹു അൻഹു നരകത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കട്ടെയോ, നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തിന് പകരം ഉമർ എന്നവർ എത്ര തന്നാൽ നിങ്ങൾ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കും? എത്രയാണ് തരേണ്ടത്? അപ്പൊ ഉമ്മ വിട്ടുകൊടുത്തില്ല. വീണ്ടും പിന്നെ ഉമർ തങ്ങൾ ചോദിച്ചു, എത്ര വേണം? നിങ്ങൾ പറഞ്ഞ സംഖ്യ ഞാൻ ഉമർ തങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു തരാം. ഇത് ഉമർ തങ്ങളാണ് ഈ പറയുന്നത് എന്ന ഉമ്മക്ക് അറിയില്ലല്ലോ. അങ്ങനെ അവസാനം ആ ഉമ്മ എഗ്രി ചെയ്തു. 25 സ്വർണ്ണ നാണയം, 25 ദീനാർ. 25 ദീനാർ, ശരി, എന്നാൽ 25 ദീനാർ ഉമറിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പൊരുത്തപ്പെടണം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റ്, നിങ്ങൾക്ക് ഒരു അക്രമം സംഭവിച്ചു പോയത്, അക്രമം എന്ന് പോലും പറഞ്ഞുകൂടാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രവിശാലമായ ലോകത്ത് ഒരു മുസ്ലിം ഉമ്മയെ കാണാതെ അറിയാതെ പോയതിന്റെ ആ ഒരു പാപഭാരം കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഉമറിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഉമ്മ
25 ദീനാർ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു 25 ദീനാർ ഉമ്മാക്ക് കൈമാറുമ്പോഴാണ് സദസ്സിലേക്ക് കടന്നു വരുന്നു പ്രഗത്ഭരായ 2 സ്വഹാബിമാർ. ഒന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മറ്റേത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും കടന്നു വന്നപ്പോ മഹാനായ ഉമർ തങ്ങളോട് രണ്ടുപേരും സലാം പറഞ്ഞത് ഇങ്ങനെയാണ്: അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ, അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, അള്ളാഹുവിന്റെ കരുണ നിങ്ങൾക്കുണ്ടാകട്ടെ. കാരണം അമീറുൽ മുഅ്മിനീൻ എന്ന് വിളി കേട്ടപ്പോ മനസ്സിലായി ഇത് താൻ സംസാരിച്ചു കൊണ്ടിരുന്നത് ഭരണാധികാരിയോട് തന്നെയായിരുന്നു. ആ ഉമ്മ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു: വാസൗ അച്ഛാ, വാസൗ അച്ഛാ, ശതംതു അമീറൽ മുഅ്മിനീന ഫീ വജ്ഹി. എന്റെ കഷ്ടമേ, എന്റെ നാണമേ, എന്റെ അപമാനമേ, അമീറുൽ മുഅ്മിനീന്റെ മുഖത്ത് നോക്കിയാണല്ലോ ഞാൻ ഇത്രയും നേരം ചീത്ത പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഉമ്മ, നിങ്ങൾ വിഷമിക്കണ്ട, അത് സാരമില്ല, ലാ ബഅസ അലൈക്. നിങ്ങൾ ഒരു എഴുതാൻ ഒരു ചെറിയ കടലാസ് എനിക്ക് തരുമോ? ആ ഉമ്മ തപ്പി നോക്കി, അവിടെ ഒന്നും കിട്ടിയില്ല. ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഒരു കടലാസിന്റെ കഷ്ണത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു എഴുതി വെച്ചത് വളരെ മനോഹരമാണ്. ഉമർ തങ്ങൾ എഴുതി വെച്ചു: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാനിധിയും കരുണാവാരിധിയുമായ സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ കുറിച്ചു വെക്കുന്നു. ഹാദാ മശ്തറാ ഉമർ മിൻ ഫുലാന ളലാമതഹാ മുൻദു വലിയൽ ഖിലാഫ. ഇസ്ലാമിന്റെ ഭരണകാലം ഏറ്റെടുത്ത മുതൽ ഈ സ്ത്രീയോട് ഉമർ തങ്ങൾ ചെയ്ത അന്യായം ഉമർ തങ്ങൾ പകരം കൊടുക്കുന്നതാണ് ഈ രേഖ. ഇലാ യൗമി കദ, ഇന്നാലിന്ന ദിവസം വരേക്കും ബിഖംസതിൻ ദീനാറ, 25 ദീനാർ ഈ ഉമ്മാക്ക് ഉമർ തങ്ങൾ ചെയ്ത, ഉമർ തങ്ങളിൽ നിന്ന് അനീതി ഉണ്ടായതിന്റെ പേരിൽ ആ അക്രമം ഉമർ റളിയല്ലാഹു തആല പൊരുത്തപ്പെടിച്ചതാണ് ഈ രേഖ. 25 ദീനാർ ഈ ഉമ്മാക്ക് ഉമർ തങ്ങൾ കൊടുക്കുന്നു. ഫമാ തദ്ദഇ അലൈഹി ഇൻദ വഖൂഫിഹി ഫിൽ മഹ്ശരി ബൈന യദയില്ലാ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ ഒരിക്കലും ഈ പെണ്ണ് ഉമർ തങ്ങളോട് ഇത് ചോദിക്കരുത്, എന്നെ ഉമർ തങ്ങൾ ആക്രമിച്ചു എന്ന് ഇനി മഹ്ശറയിൽ ഈ ഉമ്മ പറയരുത്. അതിന് ഉമർ തങ്ങൾ കൊടുക്കുന്ന 25 ദീനാറാണിത്. ഫഉമറു ബരീഉം മിൻ, കാരണം ഉമർ തങ്ങൾ ഇനി നിരപരാധിയാണ്. ഉമർ തങ്ങൾ അറിഞ്ഞപ്പോഴേക്കും കൊടുത്തല്ലോ. ഷഹീദ അലാ ദാലിക അലിയ്യുൻ വബ്നു മസ്ഊദ്, ഞാൻ ഈ ചെയ്തതിന് അലിയും ഇബ്നു മസ്ഊദും സാക്ഷികളാണ് എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു കടലാസിൽ എഴുതി വെച്ചു. സ്വന്തം പുത്രൻ, സ്വന്തം മകൻ അബ്ദുല്ലാഹി തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു: മോനെ അബ്ദുല്ലാഹ്, ഇദാ അന മിത്തു ഫജ്അൽഹാ ഫീ കഫനി അൽഖാ ബിഹാ റബ്ബി. മോനെ, എന്നെ മറവ് ചെയ്യുമ്പോ എന്റെ കഫംപുടയിൽ ഈ കടലാസിന്റെ കഷ്ണം മോൻ ചേർത്ത് വെക്കണം. ഞാൻ ഈ രേഖയുമായി എന്റെ രക്ഷിതാവിനെ നാളെ കണ്ടുമുട്ടാൻ വേണ്ടി എന്റെ ഖബറിൽ എന്റെ കഫംപുടയോട് ചേർന്ന് ഈ ഒരു കടലാസിന്റെ കഷ്ണം വേണം. ഈ ഉമ്മയോടും ഞാൻ അനീതി ചെയ്തിട്ടില്ല എന്ന് അള്ളാഹുവിന് സാക്ഷി നിന്ന, ഉമർ എന്നവരുടെ ചെയ്ത ഈ പണിക്ക് സാക്ഷി നിന്ന അലിയുൻ വബ്നു മസ്ഊദ്, അലി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിന്റെയും റളിയല്ലാഹു അൻഹും ജമീഅ ഇവരുടെ സാക്ഷ്യപത്രത്തോടു കൂടിയ ഈ കത്ത് ഉമറിന്റെ കഫംപുടയിൽ ഖിയാമത്ത് നാൾ വരേക്കും കടക്കണം. മോനെ, മോൻ മറന്നു പോവല്ലേ എന്ന് സ്വന്തം മകനെ ഏൽപ്പിച്ചുപോയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇവിടെ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക ഭരണവും ഇസ്ലാമിക സംസ്കാരവും ഇസ്ലാമിന്റെ നിലപാടുകളും നീതിയും അഭയവും മനുഷ്യ നന്മയുമാണ് എന്ന് നമ്മൾ പറയുന്നത്. ഈ നന്മയും നീതിയും പഠിച്ചെടുത്തത് അഷ്റഫുൽ ഖൽഖിൽ നിന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് നീതി പഠിപ്പിക്കാൻ വന്ന, ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ, ഞാൻ നീതി ചെയ്തില്ലെങ്കിൽ ലോകത്ത് ആരാണ് നീതി ചെയ്യുക എന്ന് രോഷാകുലരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധം നടന്ന സമയത്ത് അവിടെ വിളിച്ചു പറഞ്ഞത്, സ്വഹാബത്തിന്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതിയുടെ പാഠം, നീതിയുടെ അന്ത്യപാഠം പഠിപ്പിച്ചത് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് ഇതുപോലെയുള്ള വലിയ വലിയ മാതൃകകൾ ലോകത്ത് ചെയ്തു വെച്ചത്. ക്രിസ്ത്യാനിയെന്നോ വൃദ്ധയായൊരു ഉമ്മയെന്നോ ഒരു സാധാരണക്കാർ, ഇതൊന്നും പ്രശ്നമല്ല. ഇവിടെ സാധാരണക്കാർ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർക്ക് ഈജിപ്തിൽ നിന്നൊരു കത്ത് വരുന്നു. ഫർത്തൂനത്തു സൗദാ, ദി അസ്ബഹ് എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഒരു പ്രമുഖനായ ഒരു മുതലാളിയുടെ
വേലക്കാരിയായി ജോലി ചെയ്തിരുന്ന ഫർത്തൂനത്തു സൗദ, കറുത്തവരായിരുന്ന ഫർത്തൂന എന്ന് പറയുന്ന ഒരു വൃദ്ധയായ ഉമ്മ, ആ ഉമ്മ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു കത്ത് കൊടുത്തയച്ചു. ആ കത്തിന്റെ ഉള്ളടക്കം ഇതാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ഫർത്തൂന ബോധിപ്പിക്കുന്ന കത്താണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ ഈജിപ്തിലെ എന്റെ വീട് ജീസയിലെ, ഇന്നത്തെ പിരമിഡ് നിൽക്കുന്ന പ്രദേശമാണ് ജീസ, അവിടെ താമസിച്ചിരുന്ന ഒരു വൃദ്ധയായ ഒരു കറുത്തവർഗക്കാരിയായ ഒരു പെണ്ണ്. അവരുടെ പേര് ഫർത്തൂന എന്നാണ്. കത്തിന്റെ ഉള്ളടക്കം വളരെ മനോഹരമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എന്റെ വീട് വളരെ ചെറുതാണ്, ആ വീടിന്റെ മതിൽ അതിലും ചെറുതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നവളാണ്. എന്റെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ മതിൽ ചാടിക്കടന്ന് ചില കള്ളന്മാർ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് എന്റെ വീടൊന്ന് പൊക്കിത്തരാനോ ഈ മതിൽ കെട്ടൊന്ന് പൊക്കിത്തരാനോ എന്തെങ്കിലും അടിയന്തര സഹായം എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഈജിപ്തിൽ നിന്നും ഷാമിലേക്ക് കത്തുപോകുന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ തപാൽ ശിപായികൾ, അന്നത്തെ പണിക്കാർ, തപാൽ ജോലി ചെയ്യുന്ന ആളുകൾ, പോസ്റ്റ്മാൻ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്കുണ്ടായിരുന്നു. കത്ത് കൊണ്ടുവന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തിരക്ക് പിടിച്ച ആ ജീവിതത്തിനിടയിൽ കോഴിക്കുഞ്ഞുങ്ങളെ കള്ളന്മാർ കൊണ്ടുപോകുന്നു എന്ന പരാതി പറഞ്ഞ, എന്റെ വീടിന്റെ മതിലിന് ഹൈറ്റ് പോരാ, അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ ഫർത്തൂനയുടെ കത്തും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മേശയ്ക്ക് മുമ്പിലേക്ക് വരുന്നു. ആ കത്തിലേക്ക് നോക്കുകയാണ്. ലോകത്ത് നീതിയുടെ വലിയ പാഠങ്ങൾ പഠിപ്പിച്ച ലോകത്തിന്റെ ഗുരു മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്മുറക്കാരായ ഖലീഫമാരിൽ മഹാനായ ഉമർ തങ്ങൾക്ക് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഫാറൂഖ് തങ്ങളുടെ മകൻ കല്യാണം കഴിച്ച മകൾക്ക് ജനിച്ച മകൾ, അവളുടെ പുത്രനായ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു. കത്ത് കിട്ടിയപ്പോഴേക്കും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ കത്തിന് മറുപടി കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ നാമത്തിൽ, മിൻ അബ്ദില്ലാഹി അമീറുൽ മുഅ്മിനീൻ. ഇത് അമീറുൽ മുഅ്മിനീൻ ഉമറാണ് ബോധിപ്പിക്കുന്നത്. ഇല ഫർത്തൂന അസ്സൗദ, ഫർത്തൂന എന്ന് അറിയപ്പെടുന്ന ഫർത്തൂനത്തു സൗദ മൗലാത്തു ദി അസ്ബഹ്, ദി അസ്ബഹിന്റെ മൗലാത്തായ ഫർത്തൂനക്ക് എഴുതുന്ന കത്താണ്. നിങ്ങളുടെ കത്ത് ഞാൻ കിട്ടി, എനിക്ക് കൈപ്പറ്റി ഞാൻ അത് വായിക്കുകയുണ്ടായി. നിങ്ങളുടെ ആ ഒരു വീടിന് ചുറ്റുമുള്ള മതിൽ വളരെ ചെറുതാണെന്നും അവിടെ ആളുകളൊക്കെ വന്ന് നിങ്ങളുടെ കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്നുണ്ടെന്ന പരാതി ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലെ എന്റെ ഉദ്യോഗസ്ഥൻ അയ്യൂബ് ഇബ്നു ശുറഹ്ബീലിന് ഞാൻ കത്തെഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുന്നതായിരിക്കും. മഅസ്സലാം വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞ് ആ മഹാനായ ഫാറൂഖ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കത്ത് അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് അയ്യൂബ് ഇബ്നു ശുറഹ്ബീൽ വേറെ കത്തെഴുതി ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അയ്യൂബ് ഇബ്നു ശുറഹ്ബീൽ, ഇതായത് ഞാൻ ബോധിപ്പിക്കുന്ന കത്താണ്. ഈ കത്ത് കിട്ടിയാൽ ഉടനെ നിങ്ങൾ ജീസായിലേക്ക് പോകണം. അവിടെ ഒരു കറുത്തവർഗക്കാരിയായ ഒരു വൃദ്ധയായ ഒരു ഉമ്മയുണ്ട്. അവരുടെ പേര് ഫർത്തൂന എന്നാണ്. അവരുടെ വീടൊന്ന് പോയി കാണണം. അവരുടെ വീടിന്റെ ചുറ്റുമതിൽ വളരെ ചെറുതാണ്. അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കട്ടുകൊണ്ടുപോകുന്നു ആളുകൾ എന്ന പരാതിയുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ആ സ്പോട്ടിൽ ചെന്ന് വിഷയം പരിഹരിക്കണമെന്ന് കത്ത് മഹാനായ അയ്യൂബ് ഇബ്നു ശുറഹ്ബീൽ എന്നവർക്ക് കത്ത് ലഭിക്കുന്നു. നേരെ ചെല്ലുന്നു. ആ ഫർത്തൂനത്തു സൗദാഇന്റെ വീട്ടിലേക്ക് ചെന്ന് കാര്യങ്ങൾ കാണുന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മാ, നിങ്ങൾക്ക് ഇതാ ആമുറു അൻ യബ്നിയ ലക ദാലിക ഹത്താ യുഹ്സിനഹു ലക മിമ്മാ തഖാഫീന ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് എന്ത് പ്രയാസമാണോ ഉള്ളത് അത് മുഴുവനും പരിഹരിച്ചു തരാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഞാൻ നിർവഹിച്ചു തരും. ഇത് അമീറുൽ മുഅ്മിനീൻ എന്നോട് നേരിട്ട് ഏൽപ്പിച്ച വസ്തുതയാണെന്ന് അയ്യൂബ് ഇബ്നു ശുറഹ്ബീൽ എന്ന ഈജിപ്തിന്റെ ജീസയുടെ അന്നത്തെ ഗവർണറായിരുന്ന അയ്യൂബ് ഇബ്നു ശുറഹ്ബീൽ നേരിട്ട് ചെന്ന് ഇടപെട്ട് ഫർത്തൂനത്തു സൗദാഇന്റെ ആ ഒരു ചെറിയ കൊച്ചു മതിൽ കെട്ടിക്കൊടുക്കുന്ന വിഷയം ഷാമിൽ നിന്ന് ഡയറക്റ്റ് ഇടപെടുകയാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല. പാവപ്പെട്ടവർക്ക്, അശരണരായ ആളുകൾക്ക്, നിരാലംബരായ ആളുകൾക്ക് ഇസ്ലാമിക ഭരണത്തിലും ഇസ്ലാമിന്റെ സംസ്കാരത്തിലും കിട്ടുന്ന വളരെ മനോഹരമായ സംരക്ഷണത്തിന്റെ ഉദാഹരണമാണ് നമുക്ക് ഇതുപോലെയുള്ള ഭരണകർത്താക്കളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ത്രീ സമൂഹത്തിന്റെ സുരക്ഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഊസീകും ബിന്നിസാഇ ഖൈറാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നിങ്ങൾ പെണ്ണുങ്ങളോട് നല്ല നിലക്ക് പെരുമാറണേ, ഈ സമൂഹത്തിന്റെ മഹതിമാരെ, മംഗമാരെ, പെണ്ണുങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണമേ എന്ന് 3 തവണയല്ല അതിലേറെ ഒരുപാട് തവണ ഉണർത്തിക്കൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടങ്ങളിൽ ഈ ഉമ്മത്തിനെ ഉണർത്തിയത്. ഹജ്ജത്തുൽ വിദാഇന്റെ അറഫായിൽ ഹബീബിന്റെ പ്രഭാഷണത്തിൽ പോലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ സമൂഹത്തിനെതിരെ നടക്കുന്ന അക്രമങ്ങളോ അനീതികളോ നമ്മുടെ മുമ്പിൽ വിരളമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന് നൽകിയ സംരക്ഷണം എത്രത്തോളമാണ്, ഇസ്ലാം നൽകുന്ന അഭയത്തിന്റെ വലുപ്പം എത്രയാണെന്ന് മനസ്സിലാക്കാൻ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളുടെ ഒരു ചരിത്രം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ കാണാൻ കഴിയും. അദി ഇബ്നു ഹാത്തിം എന്നവർ പറയാൻ, ഞങ്ങൾ ഷാമിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം വന്ന് കയറി എന്ന് ഞാൻ അറിഞ്ഞു. ആ സമയത്ത് ഷാമിൽ നിന്ന് ഒരുപാട് ആളുകളെ യുദ്ധത്തടവുകാരായി മുസ്ലിമീങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളുമുണ്ട്. എന്റെ പെങ്ങളെയും ഒരുപാട് ഷാമുകാരെയും ഒരുമിച്ച് യുദ്ധത്തടവുകാരായി മദീനയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എന്റെ പെങ്ങൾ എന്നോട് പറഞ്ഞ കഥയാണിതെന്ന് അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിമാകുന്നതിന്റെ മുമ്പ് നടന്ന സംഭവമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയുടെ പള്ളി, ആ പള്ളിക്ക് തൊട്ടരികത്ത് ഇവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി നിർത്തിയിരിക്കുകയാണ്. അതിൽ നിന്നൊരു പെണ്ണ്, ഒരു സാധാരണക്കാരിയായ ഒരു പെണ്ണ് എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഹലക്കൽ വലദ് വഗാബൽ വാഫിദ് ഫംനിൻ അലയ്യ മന്നല്ലാഹു അലൈക്. നബിയെ, മക്കളില്ല നബിയെ, അഭയം തരാൻ ആളുകളില്ല നബിയെ, അങ്ങനോട് കരുണ കാണിക്കണം, അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും. തങ്ങൾ ചോദിച്ചു, മനിൽ വാഫിദ്, പങ്കൊടുക്കണ്ട. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله محمد رسول الله صلى الله عليه وسلم. اللهم رب الصلاة القائمة യുദ്ധത്തടവുകാരിൽ നിന്ന് അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് പറയാൻ, നബിയെ, മക്കൾ മരിച്ചുപോയി നബിയെ, മക്കളില്ല. എനിക്ക് സംരക്ഷണം നൽകാനുള്ള എന്റെ ആങ്ങള, അയാളും ഇവിടെ ഇല്ല, എന്റെ സഹോദരനും ഇവിടെ ഇല്ല. എന്തെങ്കിലും ഒരു കരുണ എന്നോട് കാണിക്കണം നബിയെ, അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ വാഫിദുകി, ആരാ നിങ്ങളുടെ വാഫിദ് ആരാണ്? അദി ഇബ്നു ഹാത്തിമാണ്. അൽ ഫാറു മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നും ഒളിച്ചോടിയ അദി ഇബ്നു ഹാത്തിമോ? അതേ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പറയാതെ നടന്നു. രണ്ടാമത്തെ ദിവസമായി ഈ സ്ത്രീ ഇത് തന്നെ പറഞ്ഞു, നബിയെ, എന്നെ സംരക്ഷിക്കണം, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം, മദീനയിൽ നിന്ന് ഷാമിലേക്ക് എനിക്ക് തിരിച്ചു പോകണം, ആരുമില്ല നബി എന്റെ കൂടെ. തങ്ങൾ ചോദിച്ചു, ആരാ നിങ്ങളുടെ ആൾ? അദി ഇബ്നു ഹാത്തിമാൻ. അൽ ഫാറു മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വേണ്ടെന്ന് പറഞ്ഞു ഓടിപ്പോയ ആ ആളോ എന്ന് ചോദിച്ചു തങ്ങൾ അന്നും. മൂന്നാമത്തെ ദിവസവും ഈ പെണ്ണ് നബിയോട് ചോദിച്ചപ്പോ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ആ ആള് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് എന്നവരാണ്. പറഞ്ഞു, പെങ്ങളെ, ഒന്ന് എഴുന്നേറ്റ് നടന്ന് മുത്തുനബിയോടൊന്ന് നടന്നിട്ട് കാര്യം പറയിൻ, മുത്തുനബി ഞങ്ങൾ കേൾക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ എഴുന്നേറ്റ് നടന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹലകൽ വലദ് വഗാബൽ വാഫിദ് ഫംനുൻ അലയ്യ
മന്നല്ലാഹു അലൈക്, നബിയെ അഭയം തരണം, നബിയെ സംരക്ഷണം തരണം. മക്കളില്ല, നബിയെ അഭയം തരാൻ ആളുകളില്ല, അങ്ങ് സംരക്ഷണം തരണം, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവണം. പറയേണ്ടത് താമസം. ഖദ് ഫഅൽത്, ഞാനത് ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെണ്ണ് പറഞ്ഞു, ഇന്നി ഉരീദുൽ ലഹാഖ ബി അഹ്ലി ഫിശ്ശാം, നബിയെ ഷാമിലുള്ള എന്റെ കുടുംബവുമായി അവരെ ചെന്ന് കാണണം, അവരോടൊപ്പം ഇരിക്കണം, അവരുടെ അരികത്തേക്ക് പോകണം എന്നതാണ് എന്റെ ആഗ്രഹം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഒറ്റക്കല്ലേ, ധൃതി പിടിക്കലില്ല, തഅജലി ബിൽ ഖുറൂജ്, നിങ്ങൾ ധൃതി പിടിച്ചോടിപ്പോവണ്ട ഷാമിലേക്ക്, വഴി അത്ര സുരക്ഷിതമല്ല, നിങ്ങളൊരു സ്ത്രീയല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് നിർഭയമായി കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ നാട്ടുകാരായ കച്ചവടക്കാരോ വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം, നിങ്ങളെ ഞാൻ ഷാമിലേക്ക് അയച്ചു തരാം. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഷാമുകാരായ കച്ചവടക്കാര് വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ലഖദ് ഖദിമ റഹ്തും മിൻ ഖൗമി, എന്റെ നാട്ടുകാരിവിടെ വന്നിട്ടുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ആളുകൾ, ഫീഹി സിഖത്തുൻ വബലാഗ്, അവരോടൊപ്പം പോയാൽ ഞാൻ എത്തും, എനിക്കവരെ വിശ്വാസവുമുണ്ട്. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാർ ശത്രുക്കളായി പിടിച്ചുകൊണ്ടുവന്ന യുദ്ധത്തടവുകാരിൽ നബി തങ്ങളുടെ ഒരു ശത്രുവിന്റെ പെങ്ങളെ
കാണിക്കണം, കുഞ്ഞിനോട് നന്മ കാണിക്കണം. ഉമ്മ, എന്താണ് ഈ കുഞ്ഞിങ്ങനെ കരയുന്നത്? ഉമർ തങ്ങൾ പാതിരാവിലാണ് വരുന്നത്. ഉമർ തങ്ങളുടെ കൂടെയുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കൊടുക്കിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലം. ഉമ്മ, കുഞ്ഞിനെ നോക്കിൻ. കുറച്ചു നേരം കഴിഞ്ഞു ചെന്നു, വീണ്ടും കുഞ്ഞ് കരയുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, വൈഹകി ഇന്നി ലഅറാകി ഉമ്മ സൂഅ. ഉമ്മ, നിങ്ങളൊരു മോശപ്പെട്ട ഉമ്മയാണല്ലോ. ഇത്രയും നേരമായിട്ടും ഈ കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താൻ നിങ്ങളെ കൊണ്ടായില്ലല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ഇച്ചിരി ഗൗരവത്തിൽ സംസാരിച്ചു. അപ്പോഴാണ് ആ ഉമ്മ പറയുന്നത്, നിങ്ങൾക്കറിയുമോ ഇവിടെ നടക്കുന്നത്? പാലുകുടി മാറ്റിയിട്ടില്ലാത്ത എന്റെ കുഞ്ഞിനെ, മുലക്കുടിപ്രായം കഴിഞ്ഞിട്ടില്ലാത്ത എന്റെ കുഞ്ഞിന് പാല് നിർത്തുന്ന ദിവസമാണെന്ന്. കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്ന, രാത്രിയിൽ പാല് കുടിച്ച് ഉമ്മയുടെ അമ്മിഞ്ഞ പാല് കുടിച്ച് കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടാതെ വരുമ്പോഴുള്ള കരച്ചിലാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, ലാ തസ്തഅജിലി, ചെറിയ കുഞ്ഞല്ലേ, ഇപ്പോഴേ പാലുകുടി നിർത്തുന്നുണ്ടോ? എന്തിനത്ര ധൃതി പിടിക്കുന്നത്? ആ പെണ്ണ് പറഞ്ഞു, ഞാനിത് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, ഉമർ മുമ്പ് എത്ര കുഞ്ഞുങ്ങൾ മരിച്ചുപോയി കാണും, എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെട്ട് കാണും. ഉമർ റളിയല്ലാഹു അൻഹു സുബ്ഹിക്ക് വന്നിട്ട് നിസ്കരിക്കാൻ ഇമാം നിന്നിട്ട് മാ കാദ യുസ്മിഉ ഖിറാഅത, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത് പോലും ആളുകൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. മിൻ ശിദ്ദതി ബുകാഇ, കരച്ചിലായിരുന്നു. ആ നിസ്കാരം സുബ്ഹി മുഴുവനും കരച്ചിലായിരുന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാൻ പറഞ്ഞത്, അലാ ലാ തഅജിലു സുബ്യാനകും അലൽ ഫിതാം, നിങ്ങളാരും കുഞ്ഞുങ്ങൾക്ക് പാലുകൂടി പെട്ടെന്ന് നിർത്തിക്കളയല്ലേ. ഇസ്ലാമിക നിയമമനുസരിച്ച് ജന്മം കൊണ്ട എല്ലാ കുഞ്ഞിനും നാം അവർക്ക് റേഷൻ അനുവദിക്കുന്നുണ്ട്. ജന്മം കൊണ്ട എല്ലാ കുഞ്ഞിനും റേഷനുണ്ട്, മുലകുടി മാറ്റേണ്ട നിബന്ധനയില്ല. ആ നിബന്ധന ഇന്നു മുതൽ എടുത്തു കളയുകയാണെന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വിഷമം വരുന്നു എന്ന് കേട്ടപ്പോ കരഞ്ഞ് തളർന്നു പോയ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, കുഞ്ഞുങ്ങൾക്ക് ഇസ്ലാമിക സംസ്കാരത്തിൽ കിട്ടുന്ന പരിഗണനയുടെ ഒരു ചിത്രമാണിത്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു തീരുമാനം, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടൽ മുസ്ലിം ലോകത്തല്ല, ലോക ചരിത്രത്തിൽ മാതൃകയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക്, പിഞ്ചു പൈതങ്ങൾക്ക് പോലും ഇസ്ലാമിക ഭരണം കൊടുത്ത അംഗീകാരവും പരിഗണനയും സംരക്ഷണവും അഭയവും മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചരിത്രത്തോടൊക്കെ നമ്മൾ സമകാലിക സംഭവങ്ങളെ ചേർത്ത് വായിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഹാനികരമായ മരുന്നുകളോ കുത്തിവെപ്പുകളോ അല്ലെങ്കിൽ ഹൈജീൻ, വൃത്തിയോ സംരക്ഷണമോ നൽകാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ തെരുവുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾ, ഇവരെയൊക്കെ ഒരു ഭരണകൂടം എത്ര ഗൗരവത്തിൽ കാണേണ്ടതും സംരക്ഷിക്കേണ്ടതുമാണ് എന്ന് ഇത്തരുണത്തിൽ നമ്മൾ ചേർത്ത് വായിക്കണം. നമ്മുടെ പിഞ്ചുമക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യവും ആഫിയത്തും വിജ്ഞാനവും മതവും അച്ചടക്കവും പൂർവോപരി സർവ്വ സംരക്ഷണവും നൽകി അല്ലാഹു വളർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. വിശുദ്ധ ഇസ്ലാം കണ്ടത് ഈ സമൂഹത്തിന്റെ ഓരോരുത്തരെയുമാണ്. എല്ലാവരും എവ്രി ചൈൽഡ് മാറ്റേഴ്സ്. ആധുനിക വിദ്യാഭ്യാസ രീതികളിൽ ഉള്ള ഒരു സ്ലോഗൻ തന്നെ അതാണ്, എവ്രി ചൈൽഡ്. ഇസ്ലാം റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട മദീനയുടെ പള്ളിയിൽ
അടിച്ചുവാരുമായിരുന്ന ഒരു സഹോദരനെന്നോ അതൊരു പെണ്ണായിരുന്നുവെന്നും ഒക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കാണാതെ വന്നപ്പോ തങ്ങൾ ചോദിച്ചില്ലയോ, മാ ഫഅല ദാലികൽ ഇൻസാൻ, അയാൾ എവിടെ പോയി, അയാൾക്ക് എന്ത് പറ്റി? അതൊരു സ്ത്രീയായിരുന്നു, ഇംറഅത്തുൻ സൗദാ, കറുത്ത ഒരു പെണ്ണായിരുന്നു എന്നും ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ല, ഒരു കറുത്ത വർഗക്കാരനായ ഒരു പുരുഷനായിരുന്നു, ഒരാണായിരുന്നു എന്നുമുണ്ട്. അയാളെ കാണാതെ വരുന്ന ആരും അത്ര മൈൻഡ് ചെയ്യാത്ത ആള്, മദീന പള്ളി അടിച്ചു വാരുന്ന, അതിന്റെ മുറ്റം വൃത്തിയാക്കുന്ന ഒരാൾ. മാ ഫഅല ദാലികൽ ഇൻസാൻ, അയാൾക്ക് എന്ത് പറ്റി? മാത യാ റസൂലല്ലാഹ്, നബിയെ അയാൾ മരിച്ചല്ലോ, അയാൾ മരിച്ചുപോയല്ലോ. തങ്ങൾ ചോദിച്ച വാക്കെന്താണ്? ഫഅല്ല ആദൻതുമൂനി, നിങ്ങൾ എന്തേ എന്നെ അറിയിക്കാതിരുന്നത്? അയാൾ മരിച്ചിട്ട് നിങ്ങൾ എന്തേ അറിയിക്കാതിരുന്നത്? സുബ്ഹാനല്ലാഹ്. നമ്മുടെയൊക്കെ മഹാനായ മർഹൂം സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ദാറുൽ ഹുദയുടെ ആദ്യകാല പ്രസിഡന്റായിരുന്ന മഹാനവറുകൾ, ഏത് പത്രം കിട്ടിയാലും ഉസ്താദ് ആദ്യം എടുത്തു നോക്കൽ ചരമകോളായിരുന്നു. ആദ്യം ഉസ്താദ് നോക്കൽ അതാണ്, ചരമകോളാണ് ആദ്യം വായിക്കുക. നമ്മുടെ കുട്ടികളൊക്കെ ആദ്യം സ്പോർട്സ് പേജ് വായിക്കൂലേ, ഉസ്താദ് ആദ്യം നോക്ക ചരമകോളം. ആരൊക്കെ മരിച്ചു, ആരൊക്കെ ലോകത്തോട് വിട പറഞ്ഞു, മയ്യിത്ത് നിസ്കരിക്കേണ്ട ആളുകൾ, മുൻപ് പരിചയപ്പെട്ടിരുന്ന ആളുകൾ, ഓരോരോ മഹല്ലിലെയും ആളുകൾ, ഇവരൊക്കെ നോക്കി ഉസ്താദ് അവരനുസ്മരിക്കും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഹല്ല ആദൻതുമൂനി, എന്തേ നിങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത്? അവര് പറഞ്ഞു, ഇന്നഹു കാന കദാ വകദാ, നബിയെ അത് രാത്രിയാണ്, പിന്നെ അങ്ങ് എന്തിനെ ഉണർത്തണം? ഹഖറു ശഅന, ഇങ്ങനെ ഹദീസ് കാണാം. സ്വഹാബത്തൊക്കെ അതത്ര വലിയ കാര്യപ്പെട്ട ആളൊന്നും അല്ലല്ലോ, നബിയൊക്കെ വിളിച്ചുണർത്തി ആ രാത്രി നബി തങ്ങളെ ഉറക്കൊക്കെ ബുദ്ധിമുട്ടാക്കാൻ മാത്രമുള്ള വലിയൊരു പേഴ്സണാലിറ്റി ഒന്നും അല്ലല്ലോ, ഒരു സാധാരണക്കാരനല്ലേ. നമ്മുടെ ഭരണത്തിന്റെ ഇടപെടലുകളിൽ നമ്മൾ കാണുന്ന ഒരു സ്വാഭാവികമായ ഒരു പാളിച്ചയാണ്, എപ്പോഴും കാണുന്ന ഒരു പാളിച്ചയാണ്. സാധാരണക്കാരോട്, വളരെ പാവപ്പെട്ട ആളുകളോടൊക്കെ കാണിക്കുന്ന ഒരു തരം അവഗണന. അതിപ്പോ എത്ര മൈൻഡ് ചെയ്യാനുണ്ടോ? അതൊരു സാധാരണ ആളല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫദുല്ലൂനി അലാ ഖബ്രി, എവിടെയാണ് നിങ്ങൾ അയാളെ മറവ് ചെയ്തത്? അദ്ദേഹത്തിന്റെ ഖബർ എനിക്കൊന്ന് കാണിച്ചു തരൂ, എനിക്ക് അയാളെ ചെന്ന് സിയാറത്ത് ചെയ്യണം, അയാൾക്ക് വേണ്ടി നിസ്കരിക്കണം, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അവർ അറിയിച്ചു കൊടുത്തു. ഫഅതാ ഖബ്റഹു ഫസല്ല അലൈഹി, അദ്ദേഹത്തിന്റെ ഖബറിന്റെ അരികത്തേക്ക് ചൊല്ലുകയും നബി തങ്ങൾ അവിടെ ചെന്ന് ആ ഖബറിന്റെ അരികത്ത് ചെന്നവർക്ക് മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. ഒരു സാധാരണക്കാരനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രക്ക് ഗൗനിച്ചിരുന്നുവോ? നബി തങ്ങളുടെ നുബുവത്തിന്റെ വെളിച്ചമാണ് നമ്മൾ ആ കാണുന്നത്. ഈ ലോകത്തിന് ഹബീബായി തങ്ങൾ കൈമാറിയ ഇസ്ലാമിക സംസ്കാരമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അസ്സാഇ അലൽ അർമലതി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. പാവപ്പെട്ട ആളുകൾക്ക്, വിധവകൾക്ക്, ഭർത്താവ് മരണപ്പെട്ടു പോയവർ, വിധവകളായ പെണ്ണുങ്ങൾ, വൽ മിസ്കീൻ ജീവിക്കാൻ പെടാപ്പാടുപെടുന്ന കഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകൾ, ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ, അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നവർ, കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിൽ ധർമ്മസമരം ചെയ്ത് അള്ളാഹുവിന് ജീവൻ കൊടുക്കുന്നതിനോളം അതിനോളം മഹത്വമുള്ളവരാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില റിവായത്തുകളിൽ, ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ചിട്ടുള്ള റിവായത്തുകളിൽ, കൽ ഖായിമിൽ ലദീ ലാ യഫ്തുർ, ക്ഷീണിക്കാതെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച ആളെ പോലെ, വകസ്വായിമിൽ ലദീ ലാ യുഫ്തിർ, നിരന്തരമായി സുന്നത്ത് നോമ്പെടുക്കുന്ന ഒരു നോമ്പുകാരനെ പോലെ, അവരുടെ പ്രതിഫലം രാത്രി നിസ്കരിക്കുന്നവന്റെ, പകല് നോമ്പെടുക്കുന്നവന്റെ കൂലി, പാവപ്പെട്ടവനെയും വിധവകളെയും സഹായിക്കുന്നവർക്ക്, അവർക്ക് വേണ്ടി അസ്സാഇ, അവർക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളുകൾക്കുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ടവർക്ക്, നിരാലംബരായ ആളുകൾക്ക്, എല്ലാവർക്കും, ജീവജാലങ്ങൾക്ക്, പക്ഷികൾക്ക് സംരക്ഷണം, എല്ലാവരോടും കരുണ. ഈജിപ്ത് കീഴടക്കുകയും ഈജിപ്ത് ആദ്യമായി ഇസ്ലാമിക ഭരണത്തിലേക്ക് കടന്നു വരികയും ചെയ്യാൻ കാരണക്കാരനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയുണ്ട് എന്ന് കൈറോയിൽ കാണാൻ കഴിയും. മസ്ജിദ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഫുസ്താസ് എന്ന് പറയുന്ന ഒരു നഗരം തന്നെ അവിടെ പൊങ്ങുകയുണ്ടായി ഈജിപ്തിൽ. ഫുസ്താത്ത് എന്ന് പറഞ്ഞാൽ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്ന ഒരു ചെറിയ കൂടാരമാണ്, ഒരു ടെന്റാണ്.
ആ ടെന്റിന്റെ പേരാണ് പിന്നീട് ആ ഏരിയക്ക് മൊത്തം ചരിത്രത്തിൽ അറിയപ്പെട്ടത് ഫുസ്താത്ത്. അതിന്റെ ചരിത്രം നമുക്കറിയാം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യാൻ, താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഫുസ്താത്ത് എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ ആ ഒരു ടെന്റ് ഹൈമ പൊളിക്കാൻ നോക്കുമ്പോഴാണ് അതിലൊരു പ്രാവ് കൂടുകൂട്ടിയത് കണ്ടത്. ഒരു പ്രാവ് കൂടുകൂട്ടിയതിൽ മുട്ട വിരിയാറായി നിൽക്കുകയാണ്. അപ്പോഴാണ് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വേണ്ട, ഈ കൂടാരം പൊളിക്കണ്ട, അതവിടെ തന്നെ നിന്നോട്ടെ, ആ ഫുസ്താത്ത് അവിടെ തന്നെ കഴിയട്ടെ, അത് പൊളിച്ചു മാറ്റേണ്ടതില്ല, നമുക്ക് ആ പക്ഷിയെ വേദനിപ്പിക്കാതെ നമുക്ക് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാമെന്ന് പറഞ്ഞ് ആ ടെന്റ് അവിടെ തന്നെ നിലനിർത്തിയപ്പോഴാണ് ഫുസ്താത്ത് അംർ ഇബ്നുൽ ആസ് എന്നവരുടെ ടെന്റ്, അവരുടെ കൂടാരം എന്നർത്ഥം വരുന്ന ആ ടെന്റ് നോക്കിയാണ് ആ പ്രദേശത്തിന് ആ ഒരു പേര് വന്നത്. അത് അവിടെ തന്നെ നിലനിർത്തി പോവുകയാണ് ചെയ്തത്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരു പക്ഷിക്ക് വേദന വരണ്ട എന്ന് വിചാരിച്ചിട്ട്, എത്രയോ പക്ഷിക്കുഞ്ഞുങ്ങളുടെ കൂടുകളും അല്ലാത്തതുമൊക്കെ ഒരു മനസ്സിലൊരു വിഷമം പോലും തോന്നാതെ അത് നശിപ്പിക്കുകയോ വെട്ടി കേടുവരുത്തുകയോ അവരെ ആട്ടിപ്പായിപ്പിക്കുകയോ ചെയ്ത് പക്ഷിക്കുഞ്ഞുങ്ങളോട് കാരുണ്യമില്ലാതെ പ്രവർത്തിക്കുന്നത് എത്ര ഗൗരവമാണെന്ന് ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ജീവജാലങ്ങളോട്, പ്രകൃതിയോടൊക്കെ, പ്രകൃതി സ്നേഹമൊക്കെ വലിയ വലിയ ചർച്ചയാണ് അല്ലെ. പ്രകൃതി സ്നേഹം, പ്രകൃതിയെ സംരക്ഷിക്കണം, ഇതൊക്കെ പലരും വിളിച്ചു പോകുന്ന സംഗതിയാണ്. സത്യത്തിൽ പ്രകൃതിക്കും ഇസ്ലാമിൽ അഭയമുണ്ടെന്ന് നമ്മുടെ മുമ്പിലൂടെ ജീവിക്കുന്ന, സംസാരിക്കാൻ കഴിയാത്ത അജ്മാ മിണ്ടാപ്രാണികളായ ജീവജാലങ്ങൾക്ക്, പക്ഷികൾക്കൊക്കെ നമ്മുടെ മുമ്പിൽ ഇസ്ലാമിന്റെ കണ്ണിൽ അവർക്ക് സംരക്ഷണമുണ്ട് എന്ന് പഠിപ്പിക്കുകയായിരുന്നു മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് ഒരു കശാപ്പുകാരൻ. ഇപ്പോ അറവ് നടക്കുന്ന കാലം നമുക്കൊക്കെ അറിയാം. കന്നുകാലികളെ വെച്ച് ഒരുപാട് കന്നുകാലികൾക്ക് കടുത്ത പീഡനം എന്ന് തന്നെ പറയാം. സ്റ്റേറ്റുകൾ മാറി മാറി ബോർഡറുകളിലൂടെ യാത്ര ചെയ്ത് ദിവസങ്ങളോളം വെള്ളം പോലും കുടിക്കാതെ, അന്നം കൊടുക്കാതെ കഷ്ടപ്പെടുത്തി, പരസ്പരം കാലൊന്ന് മടക്കി വെക്കാൻ പോലും കഴിയാതെ നിന്ന നൃത്തത്തിൽ ദിവസങ്ങളോളം നിന്ന് കന്നുകാലികളെ കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മുടെ നാടുകളിലൊക്കെ അറവ് ചെയ്യുന്നത്. എത്ര വലിയ ക്രൂരതയാണ് ഈ ചെയ്യുന്നത് എന്ന് അറവുകാരൊന്ന് മനസ്സിലാക്കണം. അറവുകാരൊക്കെ ഈ സദസ്സിലുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ അറവ് നടത്തുന്ന ആളുകളൊന്നും വല്ലാണ്ടങ്ങ് രക്ഷപ്പെടാണ്ടിരിക്കാനും കാരണം ഇത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കാറുള്ളത്. കാരണം മത്തി കച്ചവടമോ മത്സ്യക്കച്ചവടമോ ചെയ്യുന്ന ആളുകളൊക്കെ രക്ഷപ്പെട്ടു പോകാറുണ്ട്, അറവുകാർ രക്ഷപ്പെടാറില്ല എന്നാ പറയാ. ജീവജാലങ്ങളെ അറുക്കാൻ കൊണ്ടുവരുമ്പോ അതിന്റെ ദേഹത്ത് അനാവശ്യമായ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് അതിന്റെ ശരീരത്തിൽ ചോര നടക്കാതെ ചോര കട്ടപിടിച്ച് അതിന് മാംസത്തിന് ഭാരം കിട്ടാൻ വേണ്ടി അതിന്റെ കിഡ്നി പോലും നശിപ്പിക്കുന്ന ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് ആ മിണ്ടാപ്രാണികളെ ഇത്രയും കഷ്ടപ്പെടുത്തി അറുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ കാരുണ്യമില്ലാത്തവരോട് അള്ളാഹു എങ്ങനെയാ കരുണ ചെയ്യുക? കാരുണ്യം ചെയ്യാത്തവരോട് അള്ളാഹു എങ്ങനെ കരുണ ചെയ്യും? ഒരാൾ അറുക്കാൻ വേണ്ടി